ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഫിസിക്സിൽ പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് വരുന്നുണ്ട്. നമുക്ക് ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററോട്ട് കയറാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട്, അതായത് ശബ്ദം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കയറാം. ശബ്ദം. നമുക്ക് ഫിസിക്സിലെ ഒരുപാട് പഠനശാഖകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യമായി ഒരു പഠനശാഖയെ പരിചയപ്പെടുവാണ്. ഈ ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയ്ക്ക് വിളിക്കുന്ന പേര് അക്വാസ്റ്റിക്സ് എന്നാണ്. സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ് അക്വാസ്റ്റിക്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര് അക്വാസ്റ്റിക്സ്. നമുക്ക് തരംഗങ്ങൾ എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമുക്ക് തരംഗങ്ങളിൽ ശബ്ദത്തിനെയും പ്രകാശത്തിനെ കുറിച്ച് ഒരിക്കൽ കൂടെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ശബ്ദം ഏത് തരം തരംഗം എന്ന് PSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് വേവ് എന്നറിഞ്ഞിരിക്കുക. അനുദൈർഘ്യം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും അനുപ്രസ്ഥം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് എന്നും ഓപ്ഷനിൽ കാണും. മാറിപ്പോരുത്. ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗമാണ്. സൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അടുത്ത പോയിന്റ് ഇതാണ്. ശബ്ദം ഏതുതരം തരംഗം എന്ന് ചോദിച്ചാൽ ശബ്ദം അനുദൈർഘ്യ തരംഗം എന്ന് എഴുതുക. എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറില്ല. എങ്കിലും മനസ്സിലാക്കി വെക്കുക, ശബ്ദം ഉണ്ടാകാൻ കാരണം വസ്തുക്കളുടെ കമ്പനമാണ്. ഓക്കെ, വൈബ്രേഷൻ ഉണ്ടായാൽ മാത്രമേ ശബ്ദം ഉണ്ടാകാറുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിന് പറയുന്ന പേര് എന്തെന്ന്. വൈബ്രേഷൻ പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. നമുക്കൊരു 30ഓളം യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യമായി ഒരു യൂണിറ്റ് പരിചയപ്പെടുവാണ്. നമ്മുടെ 2018 നടന്ന വിവറേജസ് LDക്ക് ചോദിച്ചത് ആവർത്തിയുടെ യൂണിറ്റ് എന്തെന്നാണ്. ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഹെഡ്സ് എന്നെഴുതുക. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഹെഡ്സ്, അല്ലെങ്കിൽ ആവർത്തിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഹെഡ്സ്. ആവർത്തിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഹെഡ്സ് എന്നെഴുതുക. നമുക്കവർ സിമ്പിൾ തന്നിരിക്കും. HZ എന്നതാണ് ഹെഡ്സിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പം നമ്മുടെ പോയിന്റ്സ് ഒരിക്കൽ കൂടെ പറയുകയാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേര് അക്വാസ്റ്റിക്സ് എന്നാണ്. സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ് അക്വാസ്റ്റിക്സ്. ശബ്ദം ഏതുതരം തരംഗം എന്ന് ചോദിച്ചാൽ അനുദൈർഘ്യ തരംഗം എന്നെഴുതണം. സൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങൾക്ക് പറയുന്ന പേരാണ് ആവർത്തി. അതായത് വൈബ്രേഷൻ പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി എന്നാണ്. ആവർത്തിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഹെഡ്സ് എന്നെഴുതുക. ഹെഡ്സിൻ്റെ സിമ്പിൾ HZ ആണ്. ഓക്കെ, നമുക്ക് എല്ലാ ഫ്രീക്വൻസി അല്ലെങ്കിൽ എല്ലാ ആവർത്തിയിലുള്ള സൗണ്ടും കേൾക്കാൻ സാധിക്കില്ല. ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഒരു റേഞ്ചായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, റേഞ്ച് നമുക്ക് കഴിഞ്ഞ LD പരീക്ഷയ്ക്ക് PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയെന്ന് ചോദിച്ചാൽ 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് എന്നെഴുതണം. ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്നത് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണപരിധി അല്ലെങ്കിൽ ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്നത് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ്. ഓഡിബിൾ റേഞ്ച് എന്നാണ് പറയുന്നത്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമേ മനുഷ്യനെ കേൾക്കാൻ സാധിക്കൂ. 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ട് മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദവും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. അപ്പം ഇതിനൊക്കെ ഓരോ പേര് വിളിക്കാറുണ്ട്. 20,000-ന് മേപ്പോട്ടുള്ള ശബ്ദ തരംഗങ്ങൾക്ക് ഒരു പേര് പറയുന്നത് പോലെ 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദ തരംഗങ്ങൾക്ക് ഒരു പേര് പറയാറുണ്ട്. രണ്ടും റിപ്പീറ്റഡ് PQ ആണ്. നമ്മൾ ഈ പറഞ്ഞ മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയെന്നാണ് 2017 നടന്ന കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ
പോകുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്. നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ എന്ന് പറഞ്ഞു. ഈ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദ തരംഗങ്ങളെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഇവയ്ക്കൊരു പേര് വിളിക്കാറുണ്ട്. ഈ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് എന്ന് പറയും. ഓക്കെ, മാറിപ്പോരുത്. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ്. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങളെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ്. ദ സൗണ്ട് വേവ്സ് വിച്ച് ഹാവ് ദ ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ് ഈസ് നോൺ ആസ് ഇൻഫ്രാസോണിക്. ഇൻഫ്രാസോണിക്കിൽ നമുക്ക് 1-2 പോയിന്റ്സ് കൂടി പഠിക്കാനുണ്ട്. എല്ലാ ആനിമൽസിനും നമ്മുടെ ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനോ അത് തിരിച്ചറിയാനോ ഉള്ള കഴിവില്ല. ഒരു പർട്ടിക്കുലർ കുറച്ച് ആനിമൽസിന് ആ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് LGSനും LDക്കും അത് ചോദിച്ചിട്ടുണ്ട്. ഏത് ആനിമലാണ് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആനിമൽസിൻ്റെ പേര് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏതെന്ന് ചോദിച്ചാൽ ആന, ജിറാഫ്, തിമിംഗലം എന്നെഴുതുക. ദ ആനിമൽസ് വിച്ച് പ്രൊഡ്യൂസ് ഇൻഫ്രാസോണിക് സൗണ്ട്സ് ജിറാഫ്, ബ്ലൂ വെയിൽ ആൻഡ് എലിഫന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ്. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏതെന്ന് നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് മുമ്പ് ഒരു PQ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഭൂകമ്പ സമയത്ത് പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങൾ ഏതെന്ന്. അപ്പോൾ ഈ പോയിന്റ് കൂടി ഇൻഫ്രാസോണിക്കിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഭൂകമ്പ സമയമെന്നോ അഗ്നിപർവ്വത സ്ഫോടന സമയമെന്നോ ചോദിച്ചാൽ ആ സമയത്ത് പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നെഴുതുക. ഓക്കെ, നമ്മുടെ നാച്ചുറൽ ഈവൻസ് ആയിട്ടുള്ള വോൾക്കാനിക് എറപ്ഷൻ ടൈമിലും അതുപോലെ എർത്ത്ക്വേക്ക് ടൈമിലും പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. നമ്മുടെ പോയിന്റ് ഇതാണ്: ഭൂകമ്പ സമയത്തും അതുപോലെ അഗ്നിപർവ്വത സ്ഫോടന സമയത്തും പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ഭൂകമ്പ സമയത്തും അഗ്നിപർവ്വത സ്ഫോടന സമയത്തും പുറത്തു വരുന്ന ശബ്ദതരംഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. നമ്മൾ പഠിച്ചത് 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളാണ്. അതും ഹ്യൂമണിന് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള സൗണ്ടുകളാണ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് എന്നാണ്. ദ സൗണ്ട് വേവ്സ് വിച്ച് ഹാവ് ദ ഫ്രീക്വൻസി എബോവ് 20,000 ഹെർട്സ് എന്നാണ് 2019 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വസ്റ്റ്യന് ചോദിച്ചത്. ഇൻഫ്രാസോണിക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, മാറിപ്പോരുത്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് എന്നാണ്. രണ്ടും കൂടി തിരിയരുത്. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് ആണ്. 20,000 മേഖലയിലാണെങ്കിൽ അതിന് പറയുന്ന പേര് അൾട്രാസോണിക് എന്നാണ്. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏതെന്ന് നമ്മൾ പരിചയപ്പെട്ടതുപോലെ അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏതെന്ന് കൂടി പഠിച്ചു വെക്കുക. 90% അവർ ചോദിക്കുന്ന ആ ആനിമലിൻ്റെ പേര് ബാറ്റ് അല്ലെങ്കിൽ വവ്വാൽ എന്ന് തന്നെയാണ്. 2 ജീവികളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത്. രണ്ടും പഠിച്ചു വെക്കുക. അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ: 1 വവ്വാൽ, 2 ഡോൾഫിൻ. അൾട്രാസോണിക്കിൽ നിന്ന് ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെക്കുക. നമുക്ക് സോണാർ എന്നൊരു ഉപകരണത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സോണാറിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോണാറിൻ്റെ പൂർണ്ണരൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. ഈ സോണാർ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ കടലിൻ്റെ അടിയിൽ പോയിട്ട് ചിത്രങ്ങൾ പകർത്താനും മത്സ്യക്കൂട്ടങ്ങളെയൊക്കെ തിരിച്ചറിയാനാണ്. നമുക്ക് അതിൻ്റെ യൂസ് അങ്ങനെ ചോദിക്കാറില്ല. അതിൻ്റെ അബ്രിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. നമ്മുടെ PQ ഇതാണ്: വിച്ച് വേവ്സ് യൂസ്ഡ് ഇൻ സോണാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻഫ്രാസോണിക് ആണോ അൾട്രാസോണിക് ആണോ സോണാറിൽ ഉപയോഗപ്പെടുത്തുന്ന ശബ്ദതരംഗം എന്ന് ചോദിച്ചാൽ സോണാറിൽ ഉപയോഗപ്പെടുത്തുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തന്നെയാണ്. അതുപോലെ നമുക്കൊരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രതിഭാസം വരുന്നുണ്ട്. നമ്മുടെ ഈ ഡോൾഫിൻ, വവ്വാൽ എന്നൊക്കെ പറയുന്ന ജീവികൾ വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കി
മുമ്പോട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്, എക്കോ ലൊക്കേഷൻ എന്ന് പറയും. അപ്പം ഈ എക്കോ ലൊക്കേഷനിൽ ഈ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗങ്ങൾ ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. അതും അൾട്രാസോണിക് തന്നെയാണ്. അപ്പം സോണാർ എന്ന ഉപകരണത്തിലും എക്കോ ലൊക്കേഷൻ എന്ന പ്രതിഭാസത്തിലും ഉപയോഗപ്പെടുത്തുന്ന ശബ്ദതരംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഇൻഫ്രാസോണിക് ഓപ്ഷനിൽ കാണും, എഴുതരുത്. ഇൻഫ്രാസോണിക് അല്ല, ആ രണ്ടിലും യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് ആണ്. നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, മനുഷ്യൻ്റെ ഓഡിബിൾ റേഞ്ച് അല്ലെങ്കിൽ ശ്രവണപരിധി 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. 20 ഹെഡ്സിൽ താഴെയാണെങ്കിൽ ആ തരംഗങ്ങൾക്ക് പറയുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ്. എന്നാൽ 20,000 ഹെഡ്സിന് മുകളിലാണെങ്കിൽ ആ തരംഗങ്ങൾക്ക് പറയുന്ന പേര് അൾട്രാസോണിക് എന്നാണ്. ഇൻഫ്രാസോണിക് പുറപ്പെടുവിക്കുന്ന ജീവികൾ ആന, തിമിംഗലം, ജിറാഫാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഡോൾഫിൻ, വവ്വാൽ. അതുപോലെ ഭൂകമ്പ സമയത്തും അഗ്നിപർവ്വത സ്ഫോടന സമയത്തും പുറത്തുവരുന്ന ശബ്ദതരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് എങ്കിൽ സോണാർ എന്ന ഉപകരണത്തിലും എക്കോ ലൊക്കേഷൻ എന്ന പ്രതിഭാസത്തിലും പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക്. നമ്മൾ മുന്നേ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞായിരുന്നു, നമ്മുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് എന്നാണ്. നമ്മൾ ശബ്ദം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശബ്ദത്തിനും ഒരു യൂണിറ്റ് ഉണ്ട്. ശബ്ദം എന്നും ചോദിക്കാറുണ്ട്, ശബ്ദ തീവ്രത എന്നും ചോദിക്കാറുണ്ട്. ശബ്ദം എന്ന് ചോദിച്ചാലും ശബ്ദ തീവ്രത എന്ന് ചോദിച്ചാലും നിങ്ങളുടെ യൂണിറ്റ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡെസിബൽ എന്ന് എഴുതിയാൽ മതി. യൂണിറ്റ് ഓഫ് സൗണ്ട് ഓർ യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഡെസിബൽ. നമുക്ക് 2017 നടന്ന തിരുവനന്തപുരം മലപ്പുറം LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. നമ്മൾ ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് പറഞ്ഞപ്പോൾ അവിടെ സിമ്പിളായിട്ട് HZ പഠിച്ച പോലെ നമ്മുടെ ശബ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് dB ആണ്. ഓക്കെ, മാറിപ്പോരുത്. സൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിൻ്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അപ്പോൾ നമ്മൾ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് പഠിച്ചു. ഡെസിബൽ എന്നാണ് ശബ്ദ തീവ്രതയുടെ യൂണിറ്റ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് തന്നിട്ട് അതിൻ്റെ തീവ്രത എത്രയെന്ന് ചോദിക്കാറുണ്ട്. നമുക്കൊരു ബോക്സ് പോലെ കുറച്ച് ശബ്ദ തീവ്രതകൾ പഠിക്കാനുണ്ട്. സോ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലകൾ വീഴുന്നത് നമുക്ക് കഷ്ടിച്ച് കേൾക്കാൻ പറ്റുന്ന ശബ്ദ തീവ്രതയാണ്. ഫോളിംഗ് ഓഫ് ലീവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. സോ മാറിപ്പോരുത്. ഇലകൾ വീഴുന്നത് അല്ലെങ്കിൽ ഫോളിംഗ് ഓഫ് ലീഫിൻ്റെ ശബ്ദ തീവ്രത എത്രയെന്ന് ചോദിച്ചാൽ 0 to 10 ഡെസിബൽ എന്നെഴുതുക. രണ്ടാമത്തെ ശബ്ദ തീവ്രത ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വസനമാണ്. ശ്വസനത്തിൻ്റെ ശബ്ദ തീവ്രത 30 ഡെസിബൽ. അടുത്തത് മനുഷ്യൻ്റെ വോയിസ്, ഹ്യൂമൻ വോയിസ് ആണ്. മനുഷ്യ ശബ്ദം എത്രയെന്ന് ചോദിച്ചാൽ 60 to 65 ഡെസിബലിന് ഇടയ്ക്കായിട്ട് വരും. അതായത് മനുഷ്യ ശബ്ദത്തിൻ്റെ ശബ്ദ തീവ്രത എന്ന് ചോദിച്ചാൽ 60 മുതൽ 65 ഡെസിബൽ വരെ എന്നെഴുതുക. നമുക്ക് മോട്ടോർ സൈക്കിളും ചോദിച്ചിട്ടുണ്ട്, മോട്ടോർ ഹോണും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടോർ സൈക്കിൾ എന്ന് ചോദിച്ചാൽ 70 ഡെസിബൽ എന്നെഴുതുക. മോട്ടോർ ഹോണും ചോദിച്ചിട്ടുണ്ട്. മോട്ടോർ ഹോണിൻ്റെ ശബ്ദ തീവ്രത എത്രയെന്ന് ചോദിച്ചാൽ 80 ഡെസിബൽ അല്ലെങ്കിൽ 80 ഡെസിബൽ എന്നെഴുതുക. നമുക്ക് ശബ്ദ തീവ്രതയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് സിംഹഗർജനം അല്ലെങ്കിൽ ലയൺ റോറാണ്. സിംഹഗർജനത്തിൻ്റെ ശബ്ദ തീവ്രത എത്രയെന്ന് ചോദിച്ചാൽ 90 ഡെസിബൽ എന്നെഴുതുക. തണ്ടറും ചോദിച്ചിട്ടുണ്ട്. ഇടിമിന്നലിൻ്റെ ശബ്ദ തീവ്രത എത്രയെന്ന് ചോദിച്ചാൽ 100 മുതൽ 110 ഡെസിബൽ വരെയാണ്. അടുത്തത് വിമാനമാണ്. വിമാനത്തിൻ്റെ ശബ്ദ തീവ്രത 120 ഡെസിബൽ. ജെറ്റ് വിമാനവും റോക്കറ്റും കൂടി പഠിച്ചു വെക്കുക. ജെറ്റ് വിമാനത്തിൻ്റെ ശബ്ദ തീവ്രത 140 ഡെസിബൽ. ലാസ്റ്റ് വൺ ഈസ് റോക്കറ്റ് ആണ്. റോക്കറ്റിൻ്റെ ശബ്ദ തീവ്രത 170 ഡെസിബൽ.
അപ്പം പ്രധാനപ്പെട്ട ശബ്ദ തീവ്രതകൾ ഒരിക്കൽ കൂടി പറയുവാണ്. ഇലകൾ വീഴുന്നത് എന്ന് ചോദിച്ചാൽ 0 മുതൽ 10 ഡെസിബൽ എന്നെഴുതുക. ഫോളിംഗ് ഓഫ് ലീവ്സ് 0 to 10 ഡെസിബൽ. ശ്വസനം അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് ചോദിച്ചാൽ 30 ഡെസിബൽ എന്നെഴുതുക. മനുഷ്യ ശബ്ദം അല്ലെങ്കിൽ ഹ്യൂമൻ വോയിസ് എന്ന് ചോദിച്ചാൽ 60 to 65 ഡെസിബൽ എന്നെഴുതുക. മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ 70 ഡെസിബൽ. മോട്ടോർ ഹോൺ ആണെങ്കിൽ 80 ഡെസിബൽ. സിംഹഗർജനം അല്ലെങ്കിൽ ലയൺ റോർ എന്ന് ചോദിച്ചാൽ 90 ഡെസിബൽ എന്നെഴുതുക. ഇടിമിന്നൽ അല്ലെങ്കിൽ തണ്ടർ എന്ന് ചോദിച്ചാൽ 100 മുതൽ 110 ഡെസിബൽ വരെ എന്നെഴുതുക. വിമാനം എന്ന് ചോദിച്ചാൽ 120 ഡെസിബൽ. ജെറ്റ് വിമാനം എന്ന് ചോദിച്ചാൽ 140 ഡെസിബൽ. റോക്കറ്റ് എന്ന് ചോദിച്ചാൽ 170 ഡെസിബൽ എന്നെഴുതുക. ഇതാണ് പ്രധാനപ്പെട്ട ശബ്ദ തീവ്രതകൾ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ശബ്ദ തീവ്രതകളാണ് നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് മേഖലകൾ, ഒരു 3 മേഖല പഠിക്കാനുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ, അതുപോലെ റെസിഡൻഷ്യൽ ഏരിയ, സൈലൻസ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പകല് ലീഗലി എത്ര സൗണ്ട് പെർമിറ്റ് ചെയ്യുമെന്നും അതുപോലെ തന്നെ രാത്രി എത്ര ലിമിറ്റ് വരെ സൗണ്ട് പെർമിറ്റ് ചെയ്യുമെന്നും ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആ ആവശ്യമുള്ള മേഖലകൾ ഏതാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ പാർപ്പിട മേഖലയാണ്. പാർപ്പിട മേഖലയിൽ പകല് അനുവദിക്കുന്ന ശബ്ദപരിധി എത്രയെന്ന് ചോദിച്ചാൽ 55 ഡെസിബൽ എന്നെഴുതുക. ഓക്കെ, എത്രയാണോ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി അതിൽ നിന്ന് 10 കുറച്ചാൽ മതി നൈറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് പകൽ പാർപ്പിട മേഖലയിൽ അനുവദിക്കുന്ന ശബ്ദപരിധി 55 ഡെസിബൽ ആണെങ്കിൽ രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധിയാണ് 45 ഡെസിബൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോളാം. ഓക്കെ, പാർപ്പിട മേഖല അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി 55 ഡെസിബൽ. അതുപോലെ രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി 45 ഡെസിബൽ. രണ്ടാമത്തെ മേഖലയാണ് വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയ. വ്യാവസായിക മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി ചോദിച്ചിട്ടുണ്ട്. വ്യാവസായിക മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി 60 ഡെസിബൽ. രാത്രി 10 കുറയ്ക്കുക എന്ന് പറഞ്ഞു. രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി 50 ഡെസിബൽ. അടുത്തത് സൈലൻസ് സോൺ അല്ലെങ്കിൽ നിശബ്ദ മേഖലയാണ്. ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതും സൈലൻസ് സോൺ തന്നെയാണ്. ഈ നിശബ്ദ മേഖല അല്ലെങ്കിൽ സൈലൻസ് സോണിന്റെ അകത്ത് വരുന്ന ഒരു ഏരിയയാണ് ഹോസ്പിറ്റൽ. അവർ ആശുപത്രി എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം സൈലൻസ് സോൺ അല്ലെങ്കിൽ നിശബ്ദ മേഖല നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നിശബ്ദ മേഖല, നിശബ്ദ മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി എത്രയെന്ന് ചോദിച്ചാൽ 50 ഡെസിബൽ ആണ്. 10 കുറയ്ക്കുക. രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി ചോദിച്ചാൽ 40 ഡെസിബൽ. അപ്പം മേഖല പാർപ്പിട മേഖലയാണെങ്കിൽ പകല് 55 ഡെസിബൽ, രാത്രി 45 ഡെസിബൽ. വ്യാവസായിക മേഖലയാണെങ്കിൽ പകല് 60 ഡെസിബൽ, രാത്രി 50 ഡെസിബൽ. നിശബ്ദ മേഖല അല്ലെങ്കിൽ സൈലൻസ് സോൺ ആണെങ്കിൽ പകല് 50 ഡെസിബൽ, രാത്രി 40 ഡെസിബൽ. ശബ്ദ തീവ്രതയിൽ നിന്ന് നമുക്ക് 2 ശബ്ദ തീവ്രതകൾ കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരെണ്ണം ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ തീവ്രത എത്രയെന്നും ചോദിക്കാറുണ്ട്. അതുപോലെ മനുഷ്യന് അല്ലെങ്കിൽ ചെവിക്ക് ഹാനികരം എത്ര ഡെസിബൽ എന്നും ചോദിക്കാറുണ്ട്. മിക്ക മെറ്റീരിയലിനും 120 ഡെസിബൽ എന്ന് കിടക്കുന്നുണ്ട്. PSCയുടെ ആൻസർ പ്രകാരം മനുഷ്യന് അല്ലെങ്കിൽ ചെവിക്ക് ഹാനികരം 125 ഡെസിബൽ എന്നെഴുതുക. ആ 2 പോയിന്റും കൂടെ നമുക്ക് ശബ്ദ തീവ്രതയിൽ പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന ശബ്ദ തീവ്രത. ആൻസർ 90 ഡെസിബൽ. ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയെന്ന് ചോദിക്കാറുണ്ട്. സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രതയാണ് 90 ഡെസിബൽ. അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മനുഷ്യന് ഹാനികരം അല്ലെങ്കിൽ ചെവിക്ക് ഹാനികരം എന്ന് ചോദിച്ചാൽ 125 ഡെസിബൽ, 125 ഡെസിബൽ എന്നെഴുതുക. മനുഷ്യന് ഹാനികരം, harmful to human is 125 decibel. ഇത്രയും പോയിന്റ്സ് ആണ് ശബ്ദ തീവ്രതകളിൽ നമുക്ക് പഠിക്കേണ്ടത്. ഒരിക്കൽ കൂടെ പറയുകയാണ്,
പാർപ്പിട മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി 55 ഡെസിബൽ, രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി 45 ഡെസിബൽ. വ്യാവസായിക മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി 60 ഡെസിബൽ, രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി 50 ഡെസിബൽ. നിശബ്ദ മേഖലയിൽ പകൽ അനുവദിക്കുന്ന ശബ്ദപരിധി 50 ഡെസിബൽ, രാത്രി അനുവദിക്കുന്ന ശബ്ദപരിധി 40 ഡെസിബൽ. ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷന് കാരണമാകുന്ന ശബ്ദ തീവ്രത 90 ഡെസിബൽ ആണെങ്കിൽ മനുഷ്യന് ഹാനികരം അല്ലെങ്കിൽ ചെവിക്ക് ഹാനികരം എന്ന് ചോദിച്ചാൽ 125 ഡെസിബൽ എന്നെഴുതുക.